ദുരന്തമുഖങ്ങളിലും ആപത്ഘട്ടങ്ങളിലൊക്കെ സജീവമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് പേരുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ്. മേപ്പാടി ചുരൽമല ദുരന്തമുണ്ടായപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ ദിനം മുതൽ അവസാന ദിവസം വരെ അവർ സജീവമായിരുന്നു. ഇന്നിപ്പോൾ ആ ദുരന്തബാധിതർക്ക് അവർക്കായി നിർമ്മിച്ച സ്നേഹഭവനങ്ങൾ മുസ്ലിം ലീഗ് നൽകാൻ പോവുകയാണ്. അവിടെയും സജീവമായിട്ട് നിൽക്കുന്നത് ഈ വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് തന്നെയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നലെ രാത്രി വളരെ വൈകിട്ടും ഈ വീടുകളിലേക്കുള്ള ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ ഇറക്കുന്നവർ. അപ്പോൾ നമുക്ക് നമ്മോടൊപ്പം അവർ തന്നെയാണ് ചേരുന്നത്. ഷുക്കൂർക്ക, തികച്ചും അഭിമാനകരമായ നിമിഷമാണല്ലോ അത്, അല്ലേ? ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷമാണ്. കാരണം ദുരന്തം സംഭവിച്ച ആ നിമിഷം മുതൽ ഏകദേശം അന്ന് പുലർച്ചെ ഞങ്ങൾ ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ബോഡി വീണ്ടെടുത്ത് അതുപോലെ തന്നെ അത് മാറ്റി മറവ് ചെയ്യുന്ന സാഹചര്യം വരെ ഞങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ നിസ്വാർത്ഥ സേവനം ചെയ്ത വളണ്ടിയേഴ്സാണ് വൈറ്റ് ഗാർഡ്. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് വിഷമമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഭയങ്കര മാനസികമായിട്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഇന്നലെയായിട്ട് ഞങ്ങൾ ഏറ്റവും സന്തോഷത്തിലാണ്. കാരണം അവരെ നമ്മൾ ദുരന്ത ഭൂമിയിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കൂടെ നമുക്കും അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഇന്നലെ വളരെ വൈകി പോലും ഞങ്ങൾ ഫർണിച്ചറുകളൊക്കെയും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴൊക്കെ എല്ലാവരുടെ മനസ്സിലും ഭയങ്കര സന്തോഷമായിരുന്നുണ്ടായിരുന്നു. കാരണം ഏറ്റവും ഒരു ആനന്ദകരമായ നിമിഷത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ നിമിഷങ്ങളെന്ന് പറയുന്നത്. സാധാരണ നമ്മളൊക്കെ കാണുന്ന സമയത്തൊക്കെ ഈ ദുരന്തങ്ങളൊക്കെയാണ് അധികം ഉണ്ടാവുക, എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള സാഹചര്യങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ ഈ വീടുകളിലൊക്കെ കാണുമ്പോൾ ഓരോ സ്നേഹഭവനങ്ങളെന്ന് പറഞ്ഞാൽ അഭിമാന ഭവനങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണുള്ളത്. ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ വന്ന് കാണുന്നു, അഭിമാനത്തോടെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പൊതുപ്രവർത്തനത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അധ്യായങ്ങളായിരിക്കും. വളരെ അഭിമാനം തോന്നുന്ന അധ്യായം തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ ഒരുപാട് ആളുകൾ, ഈ ഗുണഭോക്താക്കളായിട്ട് ആളുകൾ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കണ്ണുകൾ നിറയുന്ന അവരെ കണ്ണുകളിലും ആനന്ദ കണ്ണീര് വരുന്നൊക്കെ സാഹചര്യം കാണുമ്പോൾ വളരെ പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് നേതാക്കളുടെ ഭാഗത്തുള്ള പിന്തുണ? നേതാക്കളെല്ലാവരും വളരെ വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്. കാരണം ഈ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിച്ച് പല മക്കളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം മുസ്ലിം ലീഗ് പാർട്ടിക്കും ഇതിനു വേണ്ടി പണിയെടുക്കുന്ന വൈറ്റ് ഗാർഡിൻ്റെ കേഡറ്റുകൾക്കൊക്കെ വലിയ സന്തോഷത്തിലാണുള്ളത്. വൈറ്റ് ഗാർഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ മറ്റിടങ്ങളെപ്പോലെ അല്ല, ഇവിടെ നിൽക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടല്ലോ, അല്ലേ? എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ള ഈ കാര്യത്തിൽ? നിങ്ങളെയൊക്കെ ഒരു സന്തോഷം എങ്ങനെയാണ്? എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഡ്യൂട്ടിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം നിലാരംഭരായ കുറേ കുട്ടികളും അതേപോലെ തന്നെ വൈദികർക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ ഒരു സ്നേഹഭവനം കൊടുക്കുക എന്നുള്ളത് തന്നെ അതിലൊരു സാന്നിധ്യം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഒരു അഭിമാനമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായും നല്ലൊരു സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു സങ്കടകരമായ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലേക്ക്. വയനാട് ചുരം കയറുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കണ്ണീരോട് കൂടിയിട്ടാണ് ഈ ഒരു മണ്ണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് അത്രത്തോളം കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് വൈറ്റ് ഗാർഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാണ്. ഞങ്ങൾ ഇവിടുന്ന് അന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇപ്പോൾ പോവല്ലേ, ഞങ്ങൾ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങളിപ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് അതാണ് ഓർമ്മ വരുന്നത്. അവരുടെ കൂടെ കുറച്ചെങ്കിലും നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റി. അവരുടെ പാർട്ടിക്ക് അത് കഴിഞ്ഞു എന്നല്ലേ വലിയൊരു സന്തോഷമാണല്ലേ. സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലോട്ട് വരുമ്പോൾ. വളരെ സന്തോഷം. ഇന്നും ഇന്നലെയായിട്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വീട്ടിൽ കൂടുതൽ ആഘോഷിക്കുന്ന ഒരു വീട്ടിൽ കൊണ്ട് തലേന്ന ഒരു ദിവസമാണ്. അതായിരുന്നു ഞങ്ങൾ ഇന്നലെ സംബന്ധിച്ച് ഒരു ആഘോഷ നിമിഷം തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ സംബന്ധിച്ചും ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കൊരു വീടുണ്ടാക്കിയിട്ട് നമ്മൾ കയറിക്കൂടുന്ന അതേ അവസ്ഥയാണ് നമുക്ക് ഈ ഒരു ദിവസത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്താണെങ്കിലും ഇവരുടെ മുഖം തന്നെ എല്ലാം പറയുന്നുണ്ട്. നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത്രയും സന്തോഷകരമായ ഒരു ദിവസം അവരുടെ വ്യക്തിജീവിതത്തിൽ പോലും ഉണ്ടായിരിക്കില്ല. കാര്യം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നേരിട്ട വലിയൊരു ദുരന്തത്തിൻ്റെ മറുകരയിലേക്ക് അവർ സന്തോഷത്തോടെ എത്തിയിരിക്കുന്നു, ഒപ്പമുള്ളവരെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ അതിൻ്റെ ഫലം എത്രമാത്രം മഹത്വമാർന്നതാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണ് വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സിന് ഇന്നത്തേത്. അഖിലോട്ട് വർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.